എടാ എഴുന്നേറ്റ് സ്കൂളിൽ പോടാ, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേന് സമയം വൈകില്ലേ? ഇപ്പൊ തന്നെ സമയം എത്രയായി? എണീറ്റില്ലേ വേ ബുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്കടാ ഇതിന്റെ ഇരിപ്പ് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കേട്ടാ. ഇവനിത് ആരുടെ സ്വഭാവം കിട്ടിയെന്നാ? ആ നാത്തുന്റെ മോളെയൊക്കെ കാണുമ്പോ എനിക്ക് കൊതിയാവുക. അവക്ക് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ക്ലാസ്സിലും ഫസ്റ്റ് ആണ്. ഇവനൊന്നും ഇല്ലല്ലോ. PTA മീറ്റിങ്ങിന് പോയി വന്നപ്പോണ്ടല്ലോ ഇവിടെ തൂങ്ങി മരിച്ചാ മതി എന്നാ എനിക്ക് തോന്നിയത്. ഒറ്റ ടീച്ചർമാര് നല്ലത് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. എടാ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയണ പോങ്ങാ. ഇരിപ്പണ്ടില്ലേ ആ റാഷിദിന്റെ ഒക്കെ മക്കളെ കാണണം. എല്ലാ പരിപാടികൾക്കുണ്ട്, സ്പോർട്സിനുണ്ട്, ആർട്സിനുണ്ട്, നാടകത്തിലൊക്കെ അഭിനയിക്കരുത്. ഇത് കളിക്കാനും പോവില്ല, കൂട്ടുകാരും ഇല്ല. അതിന്റെ തലക്ക് ഒന്നാട് പോവും. നീ എന്താ സ്കൂളിൽ പോവാത്തത്? നീ ഏതെങ്കിലും കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കിയോ? അയ്യ വഴക്കുണ്ടാക്കാൻ പറ്റിയൊരു മുതല് മുഖത്ത് നോക്കി 4 വർത്താനം പറയണല്ലോ, എന്നാലേ വഴക്കുണ്ടാവുള്ളൂ. എന്നും വരുമല്ലോ. എന്താണത്? രണ്ടാളുടെ ബഹളം പഠിക്കലേക്ക് കേൾക്കാനത്. അതാ അവനെ ഒന്ന് ഉപദേശിക്കായിരിക്കും. ഇപ്പൊ എപ്പ വരുമ്പോഴും ഈ ഉപദേശമാണല്ലോ കേൾക്കണം. എന്താ സ്കൂളിൽ പോണ്ടേ? കണ്ട ഇതാണ് ഈ മുഖം കാണുമ്പോഴാണ് എനിക്ക് മാവ് പറയുന്നത് കേട്ടില്ലേ? ചെല്ലി മറ്റു മോന്തക്കിട്ടൊന്നും കൊടുക്കാം, അപ്പൊ ശരിയാവും. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. മടുത്ത സുഖമായിട്ട് ഇവനെ കൊണ്ട്. നിങ്ങളിപ്പോ ഇത് എന്നും ദേഷ്യപ്പെടില്ല, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ? അത് ചിലപ്പോ നാളിന്റെ ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രശ്നമാവും. നാളിന്റെ അതങ്ങനെ ഉണ്ടാവും. ഞാൻ ആലോചിച്ചിട്ടേ ഇവന്റെ ഈ മടി മാറാൻ ഒരൊറ്റ വഴിയുള്ളൂ. സത്യ എന്തായി കാണി? അസ്സലാമു അലൈക്കും. പിന്നെ വിളി. രണ്ട് കുടിച്ചോ, കൈ പിടിക്കുക, രണ്ട് കൈ പിടിക്കും, രണ്ട് കൈ പിടിക്കും, രണ്ട് കൈ പിടിക്കാം. കുടിച്ചോ മരുന്നാ കുടിക്കാം. കുടിച്ചോട്ടെ, കുടിച്ച് കുട്ടി കുടിക്കട്ടെ, കുട്ടി കുടിക്കട്ടെ, നിങ്ങളൊന്നും പറയില്ല. ഒരു സുഖം തോന്നില്ല ഞങ്ങക്ക്. ഉണ്ടോ? എന്താ പേരെന്താ? പേര് പറഞ്ഞൂടെ, എന്താ തെളിച്ചല്ലാത്ത എനിക്ക്? ഉജ്ജല്. നല്ല പേരാണല്ലോ, ഉജ്ജലാവണോ? ഇങ്ങനെ കുത്തിരുത്താ പോരാ, ഒരുപാട് കുഴപ്പങ്ങളുടെ കുട്ടിക്ക്. എന്തപ്പോ പ്രശ്നമാണോ അത്? സാധാരണ ആദ്യം കുട്ടിയൊക്കെ വരുന്ന പ്രാക്കല് അല്ലേ? നല്ല കുട്ടിയല്ലേ ഇങ്ങോട്ടേ? അതെ അതെ, അല്ലേ? കുഞ്ഞിലെ നല്ല സ്മാർട്ടായിരുന്നു, അംഗനവാടിയിലൊക്കെ പഠിക്കാനൊക്കെ മുടുക്കനല്ലേ ഇനിയോ? അതെ. അപ്പൊ മുടുക്കത്തരൊക്കെ പോയി. പോന്റെ മുഖത്തൊരു കല ഉണ്ടെങ്കിൽ അത് പണ്ടുള്ളതാ. ഇങ്ങനെ ജനിച്ചു മറുകാണത്. ദോശാണ് ദോശാണ്. ആ മറുക് പോണോ? അല്ല, ഈ മറുക് ജന്മന ഉള്ളതായോണ്ടേ ഇത് പോണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരില്ലേ? എന്തിന്? നമ്മള് മന്ത്രം കൊണ്ട് മാറ്റി തരൂ. ഒരു 4 ദിവസം മന്ത്രി ചൂതിയെ മാറ്റാവുന്ന കലയല്ലുള്ളൂ അത്. അതെ. 7 ദിവസം വരിക ഇവിടെ. 7 ദിവസം വരാൻ പറ്റില്ല, അതെ, എനിക്ക് ഓഫീസുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മനസ്സിയാ, പെണ്ണുങ്ങൾ പറ്റ നിങ്ങളാരാ വരെ? ഞാൻ കൂട്ടുകാരനാണ്. നിങ്ങളും കൂട്ടുകാരനും ഭാര്യയും കൂടി പോന്നോട്ടെ. ഒരു കാര്യം ചെയ്യാം, അതിപ്പോ ഒരു ദിവസം ഇന്നത്തോട് കൂടിയിട്ട് ഇതെല്ലാം കൂടെ ചെയ്യാൻ അപ്പൊ വരാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പണി, 7 ദിവസം ഞാൻ ഇവിടുന്ന് മന്ത്രിച്ച് ഞാൻ ചെയ്തോളാം. അത് മാറിക്കോളും. അതെ, അരയിൽ കെട്ടിക്കോളി. അതോ, അത് നിങ്ങൾക്കുള്ളതല്ല, മോന്റെ അരയെ കെട്ടാനുള്ളതാ. ആ പെരെ കൊണ്ടുപോയിട്ടേ ഓന്റെ അരയിലാണ്ട് കെട്ടിക്കൊടുക്കാം.
അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ഇവൻ സ്കൂളിൽ പോയി നല്ല സ്മാർട്ട് ആവും. അപ്പൊ വണ്ടി കളിക്കുമായി കേട്ടോ. മണ്ടറോ വണ്ടിയിട്ട് എല്ലാത്തിലും ഒന്നാമനാവണം കേട്ടോ. മണ്ടൂലേ മണ്ടൂലേ ഈ ആ വണ്ടിക്കോളും വണ്ടിക്കോളും നിങ്ങൾക്ക് എന്തോ വിശ്വാസക്കാർ ഉണ്ടെന്ന് തോന്നി നമ്മളെ ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളാ ദിവസവും കൂടി കുട്ടീനെ ബാധിക്കും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയില് തിരൂരിനടുത്തൊരു ഹനുമാൻ കോവിൽ ക്ഷേത്രമുണ്ട്. ഹനുമാൻ കോവിൽ അവിടെ പോയിട്ട് വടമാലാണ് ചാറ്റിക്കാളി. എന്നാ പിന്നെ ഇവൻ ആക്റ്റീവ് ആവും. സാറായിക്കോളൂ. ഒക്കെ മതി. ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പളേ ഒരു 4:15 ഇങ്ങോട്ട് തരാം. ഇവിടെ പിന്നെ വെറ്റിലൊന്നും വേണ്ടല്ലേ? വെറ്റിലൊന്നും വേണ്ട, അങ്ങോട്ട് തന്നാ മതി. എന്താ 5 റുപ്യ? അത് ബാക്കി വെച്ചോ. അത് ആളെ ഇറക്കുക. 5 റുപ്യക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കല്. 4250 ഉറുപ്പ്യാണ് ഞാൻ പറഞ്ഞത്. 5 റുപ്യ പിച്ചക്കാരെടുക്കലുണ്ടപ്പോ ഉണ്ടോ? നീ കായ് കൈമലില്ലേ ഗൂഗിൾ പേ തളിയുന്നു അല്ലെ പേടിഎം വണ്ടിന്റെ അകത്ത്? ഇത് ദക്ഷിണല്ലേ? ദക്ഷിണല്ല. ഇപ്പൊ ഏത് ദിവസം ഞാൻ ഇവിടുന്ന് ചെയ്യേണ്ടത് നിങ്ങൾക്ക്? കാര്യം ചെയ്യാം, അത് ഗൂഗിൾ പേ ചെയ്യാം. ആ മതി. ആ മതി. ഞാൻ പിന്നെ ഒക്കെ സാറായിട്ട് വരട്ടെ കേട്ടോ. ഒരു ഉണർവായിട്ട് വരട്ടെ കേട്ടോ. കേട്ടോ ഓടിച്ചാണ് നടക്കുക പെരെ പോയിട്ട്. ഞങ്ങള് ശരി. അതെ നമ്പർ വേണ്ടേ? ഗൂഗിൾ പേ ചെയ്യണ്ടേ? ആ നമ്പർ നോട്ട് ചെയ്തി. ആ നമ്പർ ഞാൻ എന്റെ ഫോണിൽ നിന്ന് എങ്ങനെ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കും? ഇതിൽ അത് നമ്പർ അതിലെടുത്താൽ മതി. നമ്പർ എടുത്ത് പറയൂ സാർ. 9730 9730 3670 376 3670. ശരി ശരി കേട്ടോ. അല്ല ആ മെസ്സേജ് വന്നിട്ട് പോവാ. മെസ്സേജ് കഴിഞ്ഞു. ആ ശരി വന്നാ മതി. അസ്ലമേ ഈ എന്താ വിളിച്ചേ? മോയമ്പട്ടിയേക്കാൻ്റെ പീടിയില്ല. പീടിയുടെ പുറകിൽ. ആ ഞാൻ വരാം, അങ്ങോട്ട് വരാം. ഇത് കഴിഞ്ഞ് ഈ ലുക്ക് കറക്റ്റ് അല്ലേ? കുറച്ച് നല്ല ചിരി കൊടുത്തേ. ഇങ്ങനെ അങ്ങനെ റോളിംഗ് ആക്ഷൻ. നമസ്കാരം. നമസ്കാരം. നീ പറയല്ലേ, ഞാൻ തുടങ്ങിയതാണ്. ഞാൻ ഇതിനല്ലേ പറയുന്നല്ലേ? ആവശ്യമില്ലാത്ത പറയല്ലേ എന്റെ ആ ഒരു ഇത്. റോളിംഗ് ആക്ഷൻ. നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് പാരിജാതൻസ് പേഴ്സണാലിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. ചിരിക്കണ്ട, അങ്ങോട്ട് ഓടിച്ചോളാം. ദേഷ്യത്തിന് പറയുമ്പോ ചിരിക്ക. ദേഷ്യം എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂളായി നല്ലൊരു മനുഷ്യനായി എങ്ങനെ ബിഹേവ് ചെയ്യാം എന്നുള്ള 5-10 ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമായി വിജയിച്ച ഒന്ന്. എന്താണ് അച്ഛാ കണ്ണു മൂക്കൂലാതെയാണ് നടക്കണത്? ഇവിടെ ഒരു വർക്ക് നടക്കണ കൂടെ? ഇവിടെ ഒന്നും ചെയ്യണ്ട. എന്താ കാര്യം? എന്റെ വീടാണ്. അതിന് ഞാൻ കാശ് മുടക്കി വെച്ച വീടാണ്. അച്ഛ അവൻ എന്റെ സുഹൃത്താണ്, അവനോട് മോശമായിട്ട് വർത്താനം പറയരുത്. എന്തെങ്കിലും ആവശ്യമില്ലാതെ പറഞ്ഞാൽ ഞാൻ അച്ഛനാണ് മോനാണെന്ന് നോക്കൂലാട്ടാ. ചവിട്ടിക്കൂട്ടി ഞാൻ കായലിൽ കളയും ഞാൻ. പിന്നെ ചവിട്ടണ്ടി വന്നാൽ ചവിട്ടണ്ടേ? ഇയാള് മേടിക്ക് വേണ്ടിയായിരുന്നു. ഒന്ന് പോയതാണ്. എന്ത് കാണിക്കാൻ? ഇങ്ങോട്ട് പോര് കാണിക്കാൻ. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഓടോ അങ്ങോട്ട്. ഈ അത് കുരുപ്പൊക്കെ ഇരുന്ന് എങ്ങനെയാടാ ഒരു വർക്ക് ചെയ്യണം? ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. കൈവിട്ടു പോയാൽ നമുക്ക് അത് പറയാം. ചെറിയൊരു പ്രശ്നം ചില ഫോൺ വീഴുമ്പോ ഇത് ഒരു രണ്ടാമത് എടുക്കാം. ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബത്തിലുള്ള കാരണവന്മാരോട്, അച്ഛനമ്മമാരോട് മാന്യമായി പെരുമാറാൻ നമ്മൾ ശീലിക്കണം. കുടുംബത്തിലുള്ള നമുക്ക് തലക്ക് മൂത്തവരെ ബഹുമാനിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. രണ്ടാള് വന്നത് എന്താ? ഇത് രണ്ടാള് കാണുന്നുണ്ടല്ലോ. രണ്ടാളാ? ഇല്ല തെറ്റിയില്ലല്ലോ. എന്നോടല്ലേ പറഞ്ഞ ഫീൽഡിൽ വന്ന് നിക്കല്ലേന്ന്. എന്റെ വീടാണ്. വീടാണെങ്കിൽ തലയിൽ വെച്ചോളൂ. ഞാനൊരു പണി ചെയ്യണം കണ്ടുകൂടെന്ന്. എടാ നീ പിടിക്കട്ടടാ. കാണിച്ചതാ
ആ ഇനി ഇങ്ങോട്ട് വന്നാൽ ചവിട്ടി ഞാൻ കൂട്ടും, ഞാൻ ഉള്ള കാര്യം പറയാം. കുട്ടികളാ നമ്മളൊരു നല്ല കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാന്യമായിട്ട് ഞാൻ പെരുമാറണത്. എന്താണ് അച്ഛൻ ഇതുപോലെ അച്ഛൻ എനക്കുണ്ട് വീട്ടിൽ പോയില്ലേ ചെയ്യാം അച്ഛനാണ് ആ ഇറക്കോ അതെ തല്ലിക്കൊന്ന് ഞാൻ കെട്ടി തൂക്കിയാണ് ഇയാളുടെ സ്വഭാവത്തിന് ഞാൻ. നമുക്ക് മോശമാണ് നമ്മൾ ജയിലിൽ പോകേണ്ടി ആ, വരും നീ വെച്ചോ. നമുക്ക് നിർത്താം. ഞാൻ എന്തെങ്കിലും അതിക്രമം ചെയ്യോട്ടെ ഇനി വന്നാ എന്റെ മൈൻഡ് മാറിയിരിക്കാണ്. അച്ഛന്റെ ഒരു ഫോട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വെച്ചാലോ? എന്തിനാണത്? അതൊരു നല്ല കാര്യമല്ലേ അത്? ഇതിന്റെ മൂഡ് കിട്ടാൻ വേണ്ടിട്ട് നീ മേടിക്കുമല്ലേ? ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്ത പോലെ പറഞ്ഞു വെച്ചാൽ മതി. ആരോ വന്നിട്ടുണ്ട്. ആരോ വന്നിട്ടുണ്ടെന്ന് പറയില്ല, നോക്ക്. ആ ആരാന്നേ? ഞാൻ പാരിജാത സാറിനെ ഒന്ന് കാണാൻ വന്ന ഞങ്ങള്. പാരിജാത സാറിനെ കാണാനേ. സാറിന് ഫാൻസ് ആയിരിക്കും. ആ വാ. വന്നോ എന്താന്ന് ഈ ചെക്കന് ലക്ഷണം കെട്ട നോക്കുന്നത്? അച്ഛനെ കടത്തി വെക്കും. അത് ഇവനെ വേറെ എവിടെയെങ്കിലും കാണിച്ചാ ഇതിനു മുമ്പ്? ആ ഇപ്പൊ ഈ മൊയ്തു എന്ന് പറഞ്ഞിട്ടൊരു ആ, അതേത് ഹോസ്പിറ്റലില്? ഡോക്ടറല്ല, ഈ മന്ത്രിച്ച കൂതണ ഒരാളാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അവന്റെ മുഖത്തിട്ട് തുപ്പാന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഈ യൂട്യൂബ് ചാനലിലെ അതിപ്പോ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ ഓ, കിട്ടിക്കഴിഞ്ഞാ ഇത് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ. ഒരു പൂ നുള്ളി കളയണ ലാഘവത്തോടെ നമുക്ക് ഇവന് ഉഷാറാക്കി തരാം. പോരെ മോനെ? അങ്കിള് പറയണ പോലെ ഒന്ന് ചെയ്യണം. നീ കൈ രണ്ടും ഇങ്ങനെ നീട്ടിയേ, ഇങ്ങനെ ഉയർത്തിപ്പിടിക്കേ. അവിടെ ഇട്ട് ഒരക്കാനല്ല, ഇങ്ങനെ നേരെ പിടിക്കും. ആ, ഇനി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചേ. ഭയങ്കര വാശിയാണ്, അതാണ്. ഓക്കെ ഓക്കെ, താഴ്ത്തിട്ടോ കിട്ടോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല അവന്. അതെ, ഇവന് ചെറിയ അന്തർമുഖ സിദ്ധാന്തത്തിന്റെ ഒരു ആരംഭമുണ്ട്. സിദ്ധാന്തോ? ആ, ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. ഈ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതുമ്മ തൂങ്ങണ്ട, ഇത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോഴേ ഇതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, നമുക്കൊരു കൗൺസിലിംഗ് ഒന്നും വേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവനിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അവന്റെ ചില ഇഷ്ടങ്ങളുണ്ട്, അവൻ അങ്ങോട്ട് കയറൂരി വിടുക. അതല്ല, അവനങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഇല്ല, അതാണ് പ്രശ്നം. അയ്യോ, അത് നമ്മളെല്ലാം അങ്ങനെ തീരുമാനിക്കുന്നത്. എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ ഇഷ്ടത്തിന് അഴിച്ചുവിട്ട് വളർത്തിയ ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ നിലയിലെത്താൻ പറ്റിയത്. ഇവനെ അങ്ങാട് അഴിച്ചുവിടാന്നുള്ളൂ. അവന് ഒരു രോഗിയാണെന്നുള്ള ഒരു ശ്രദ്ധയൊന്നും നിങ്ങൾ കൊടുക്കണ്ട. അവനത് ഒരു പ്രായം കഴിയുമ്പോൾ അവന് ഓക്കെ ആയിക്കോളും. അയ്യോ അച്ഛാ, ഭക്ഷണം കഴിച്ചായിരുന്ന? ഓട്സ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടേ. കഴിച്ചടാ മോനെ, ആണല്ലേ? അച്ഛൻ കഴിച്ചടാ. ഓഹോ, നീ വാ, നമുക്ക് കഴിക്കാം. ഞാൻ വരാം. ഞാൻ ഒരു ഗസ്റ്റ് ഉണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. വാ ആ കേട്ടാ, ആ, വേഗം വാ. വരാം. ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കൂല. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിൽ വേറെ ടെൻഷൻ അടിക്കണ്ട. ശരി, അപ്പൊ നമ്മളൊന്നും ചെയ്യണം. ഒന്നും ചെയ്യണ്ട, അവനവന്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിട്ടേച്ചാ മതി, ഒരു പ്രശ്നമില്ല. ആ, മനസ്സിലായി. എന്നാ പോവാ. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നമുക്കറിയാവുന്നല്ലേ പറയാൻ പറ്റും. ശരി എന്നാ. ആ തൽക്കാലം ഒരു 1000 രൂപ തന്നെ, ബാക്കി അത് കഴിഞ്ഞിട്ട് എന്താ റെഡി ആയിട്ട് പറയാം. എന്തിനാ 1000 റുപ്യ? 1000 രൂപ ഫീസ് സ്റ്റാർട്ടിങ്. ഫീസും ഉണ്ട് അവിടെ? അത് ഫസ്റ്റ് സിറ്റിങ്ങിന് 1000 രൂപയാണ്. പിന്നെ ഡെവലപ്പ് ആകാൻ അനുസരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ പറയാം. അപ്പൊ ഒരു സെൽഫി എടുത്തിട്ടാണ് വരിക, ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ്. എല്ലാം ചിരിക്കണം. ആ ഇട്. സൂപ്പർ വീട്ടില് ഓക്കെ എന്നാ. എന്നെ ആരെങ്കിലും കാണാൻ ഇവിടെ പാർട്ടി വരുമ്പോ അവിടെ വന്നിരുന്ന് ഇളക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇളക്കണില്ലടാ, ഇളക്കണില്ലടാ, ഇളക്കണില്ലടാ. കൊല്ലും ഞാൻ. ജീവിക്കാനും പോലും അയ്യോ, വെറുതെ ഇരിക്കാ. അച്ഛന് ആസ്മയാണ് കേട്ടാ. ഉജ്വൽ 14. Ujjwal 14. Ujjwal 14. മോനെന്താ ചിരിക്കില്ലേ? ചിരിക്കും. ചിരി വരുന്നില്ലല്ലോ മോനെ. സ്മൈൽ. പിന്നെ നിങ്ങൾ മോനെ വേറെ എവിടെയെങ്കിലും കാണിച്ചായിരുന്നോ?
സത്യം പറയണ എന്നോട്, നമുക്ക് ഞാൻ പറയില്ലേ ഓനെ ഞങ്ങള് മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടറാണോ? അല്ല അയാളൊരു മന്ത്രവാദിയാണ്. അത് ഏയ് അത്ര സുഖമില്ല. ഏയ് വളരെ മോശമായി. നിങ്ങളോട് എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. എന്തായത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? അതെ, നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസോട് ചിന്തിക്കുന്നേ. അത് പോട്ടെ, പിന്നെ അതല്ലാതെ ഉള്ളൂ. വേറെ ആരും കാണിച്ചിട്ടില്ല. പിന്നെ വേറൊരാളെ കൂടെ കാണിച്ചു. അതാരാ? അത് പ്യാരിജാദ് എന്ന് പറയുന്ന ഒരു കക്ഷി. ഈ യൂട്യൂബിലൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ വീഡിയോ ഒക്കെ ഇടണ അതെ. പാലാരിവട്ടം പ്യാരിജാദ്. ഷെയിം ഓൺ യു പാരന്റ്സ്, ഷെയിം ഓൺ യു. നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ല? ആ വായി നോക്കിയെടുത്ത് പോയിട്ടാണോ നിങ്ങൾ വന്നേക്കണേ? അയ്യേ, അവന് എന്തറിയാന്ന്? അവന് ഒരു ചുക്കും ചുണ്ണാപ്പും അറിയില്ല. അവൻ വെറും വേസ്റ്റ് ആണ്. ആ ലെവലാതി റാസ്കൽ. അവനോട് പറയും കാശുണ്ടാക്കണമെങ്കിൽ വല്ല മോഷണത്തിനെ പിടിച്ചു പറിക്കാൻ പോകാൻ പറയും. അല്ല, അങ്ങനല്ല. ഞങ്ങളെ പോലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ടാണ് ഇവൻ ഒരു യൂട്യൂബായിട്ട് ആൾക്കാരെ യൂസ്ലെസ് ഫെല്ലോ. അതെ അതെ, ചിന്ത പറയാന്ന് വെച്ച് കഴിഞ്ഞാലേ അവനുണ്ടല്ലോ, അവൻ വളരെ കൾച്ചറൽസ് ആണ്. അല്ല സാറേ, ഞങ്ങള് അങ്ങോട്ട് ഇനി പോകുന്നില്ലല്ലോ. അതെ, അത് പോട്ടെ. നിങ്ങൾ ഫീസ് വല്ലതും കൊടുത്തോ? ഫീസ് ഇല്ല, ചെറിയൊരു പൈസ കൊടുത്തു. എത്ര കൊടുത്തു? 1000 രൂപ കൊടുത്തു. 1000 കൊടുത്തുള്ളൂ അല്ലേ? അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് അത് വലിയൊരു നഷ്ടം വന്നില്ല. ഞാൻ തന്നെ ഇപ്പൊ 14,000 രൂപ വാങ്ങണുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊരു ഇതാണ് പോയി. പിന്നെ അവൻ 1000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അവൻ ഒട്ടും അറിയിക്കുന്നില്ല. അവൻ ഒരു നയ പൈസ അറിയിക്കാത്ത വെറും ഒരു അഴുക്ക് വൃത്തിയിട്ടവനാണ്. സാറേ, ഇനിയിപ്പം ഇവന്റെ കാര്യം ഒന്ന് പറ. ഇവനാണെങ്കിൽ സ്കൂളിൽ പോവില്ല, ഒരു ഭക്ഷണവും കഴിക്കൂല, നിർബന്ധിച്ചു കൊടുത്താൽ അപ്പൊ തന്നെ ഛർദിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇവന് 9-ലായുള്ളൂ. ഇവനല്ലെന്നേ, അവനെ ആ പ്യാരിജാതൻ 10ാം ക്ലാസ് അല്ലേ. അവൻ 8ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയാണ്. അവന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അവര് പുറത്താക്കിയെങ്കിൽ പുറത്താവട്ടെ സാറേ. എന്തിനിപ്പോ അവന്റെ കാര്യം പറയുന്നത്? അത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അങ്ങോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് പറ്റിയ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണിത്. സാറേ, അതൊക്കെ വിട്. ഇവന്റെ കാര്യം ഒന്ന് പറയേ. നിങ്ങൾ വിടുന്ന് പറഞ്ഞാലേ, എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അവനാണ് നിങ്ങൾ പോയി കണ്ടേക്കണം. അപ്പൊ അതെനിക്ക് എന്താ പ്രശ്നം പറയും. മോനപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു? മോനൊന്നും സംസാരിക്കുന്നില്ല മര്യാദക്ക്. എന്നാലും നിങ്ങൾ ഈ 1000 രൂപ അവന് കൊടുത്തു എന്ന് കേട്ടപ്പോ എനിക്ക് ആകെ ഒരു ഞാൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു. ഇനിയിപ്പോ എന്ത് വേണം? ആ പൈസ പോയിട്ട് ഞാൻ തിരിച്ചു വാങ്ങിക്കണം. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഫ്രാങ്കായിട്ട് പറയണം. ഇവൻ പാരിജാതൻ എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സത്യത്തിൽ ഇവിടെ എന്തിനാ ഇരിക്കുന്നത്? അല്ല, എന്തിനാ ഇരിക്കുന്നത്? മോട്ടിവേറ്റർ. എന്ത് മോട്ടിവേറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്താണ് ഈ മോട്ടിവേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കാതിരിക്കും? പിന്നെ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ. നിങ്ങൾക്ക് ഒരാളെ കണ്ടുകൂടാ, കണ്ടു നേരെ കണ്ടുകൂടാ എന്ന് വിചാരിച്ചിട്ട് ഈ വരുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ അയാളെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാല് ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. എന്ത് പിടികിട്ടി നിങ്ങൾക്ക്? എന്നെപ്പറ്റി പ്യാരിജാതൻ വളരെ മോശമായിട്ട് എന്തോ നിങ്ങളെടുത്ത് പറഞ്ഞു. അത് നിങ്ങളുടെ ഉള്ളിലിട്ടിട്ടാണ് നിങ്ങളിപ്പോൾ എന്നോട് ഈ സംസാരിക്കുന്നത്. എനിക്കറിയാം, എനിക്കത് മനസ്സിലായി. എന്തൊരു കഷ്ടപ്പാടാണ്. എങ്ങനെ വന്നു പെട്ടാലും ഇതേപോലുള്ള ആളുകളെടുത്താണ് വന്നു. നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, അവൻ എനിക്കറിയാം. ആ ചെറ്റ എന്നെ പറ്റി പറയാം. മോട്ടിവേഷൻ വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. റിലാക്സ് ചെയ്യും. എനിക്കൊരു 15 മിനിറ്റ്സ് നിങ്ങൾ തരുമോ? മോനെ ഓർത്തിട്ട് വെറും 15 മിനിറ്റ് എനിക്ക് തരുമോ? തന്നാൽ ആ പ്യാരിജാതൻ എന്ന് പറഞ്ഞ പട്ടിയിലെ തെണ്ടി ചേട്ട അവന്റെ ലൈഫ് ഹിസ്റ്ററി, അവന്റെ ജീവ ചരിത്രം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പറയാനുണ്ട്. 15 മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തരാം. മാഡം അവന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ വെറും വൃത്തികെട്ടവനാണ്, അലവലാതിയാണ്. ആ അലവലാതിയുടെ കഥ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. 1000 രൂപ കൊടുത്തിട്ട് എന്റെ കഥ കേട്ടിട്ട് വന്നേക്കാം എന്നോട് വാദിക്കാൻ. ഈ ചെറുക്ക ഒരിക്കലും ഗുണം പിടിക്കില്ല. ഈ തന്തയുടെ അല്ലേ മോൻ? പ്യാരിജാത, നീ എന്നെ ഒരു രീതിയിൽ ജീവിക്കാൻ അനുവദിക്കൂല അല്ലേ? വെച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇല്ല, ഇന്നില്ല, ഇന്ന് ഞാൻ ഫ്രീ അല്ല. എൻ്റെ മൂഡ് പോയി.